അപ്പോൾ നിങ്ങളുടെ ഒരു പ്രധാന ഉത്തരവാദിത്തം കേരളത്തിലെ ഇടതുപക്ഷത്തെ അടിച്ച് ശരിയാക്കണമെങ്കിൽ സ്വാഭാവികമായും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് തുടർഭരണത്തിലെത്തിച്ച് മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിയെ ഒന്ന് താറടിക്കണം എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പാർട്ടിക്കൊപ്പം നിന്നുകൊണ്ട് ശക്തമായ പാർട്ടി നിലപാടുകൾ സ്വീകരിച്ചു പോകുന്ന കാലത്തോളം നിങ്ങൾ മുഖ്യമന്ത്രിയെ ആക്രമിക്കുക. അത് മുഖ്യമന്ത്രിയോടുള്ള വ്യക്തിപരമായ പ്രശ്നമല്ല, അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണ്. നമസ്കാരം. വിമർശനം ആരുന്നയിക്കുന്നതിലും ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. അതെല്ലാം സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. മുഖ്യമന്ത്രി നാടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, എന്നാൽ നിഘണ്ടുവിലേക്ക് വേണ്ടി കുറെ പദപ്രയോഗങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന ആരോപണം നിലവിലുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവും DCC പ്രസിഡന്റും നിഘണ്ടുവിൽ പോലും വയ്ക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് കേരളത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത് എന്ന് മുഹമ്മദ് റിയാസ്. നിങ്ങൾ പൊതുവേ മുഖ്യമന്ത്രി അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തുടർന്നും ഭരണത്തിലെത്തിക്കുന്നതിന് പ്രധാന പങ്കുവച്ച ഒരാളാണ്. അദ്ദേഹത്തെ ആക്രമിക്കുക എന്നുള്ളത് നിങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ചോദ്യം ചോദിച്ച നിങ്ങളുടെ, ഞാനങ്ങനെ വ്യക്തിപരമായിട്ട് പറയില്ല, സ്ഥാപനത്തിൻ്റെ ഉടമയാണല്ലോ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രധാന ഉത്തരവാദിത്തം കേരളത്തിലെ ഇടതുപക്ഷത്തെ അടിച്ച് ശരിയാക്കണമെങ്കിൽ സ്വാഭാവികമായും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് തുടർഭരണത്തിലെത്തിച്ച് മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിയെ ഒന്ന് താറടിക്കണം എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പാർട്ടിക്കൊപ്പം നിന്നുകൊണ്ട് ശക്തമായ പാർട്ടി നിലപാടുകൾ സ്വീകരിച്ചു പോകുന്ന കാലത്തോളം നിങ്ങൾ മുഖ്യമന്ത്രിയെ ആക്രമിക്കുക. അത് മുഖ്യമന്ത്രിയോടുള്ള വ്യക്തിപരമായ പ്രശ്നമല്ല, അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണ്. അത് പൊതുവെ നമ്മൾ കാണുന്നൊരു കാര്യം. അല്ല, ഞാൻ പറഞ്ഞില്ല, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണല്ലോ, ജനങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത കാര്യം, പ്രളയവും കിറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കുറച്ച് മുൻപ് കൂടി അദ്ദേഹത്തിന് ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഹൃദയപുഷ്ടമാണ് ഇടതുപക്ഷം. അത് അങ്ങനെ പറയുന്ന ഒരാളെയാണ് അയാൾ ഒരു വിമർശനം ഉന്നയിച്ചപ്പോഴാണ് ഇങ്ങനെ പൊതുമധ്യത്തിൽ വിളിക്കേണ്ടി വരുന്നത് എന്നുള്ളൊരു പ്രശ്നമില്ലേ അവിടെ? വിമർശനം ആരുന്നയിക്കുന്നതിൽ ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. വിമർശനങ്ങളെ വളരെ നല്ല നിലയിൽ സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അതിലൊന്നും ഒരു പ്രയാസം കാണുന്ന ആളുകളല്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ളവർ. അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രി ആയാലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുള്ളവരായാലും അതിലൊന്നും ഒരു പ്രയാസവും കാണുന്ന ആളുകളല്ല. ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് ജനങ്ങൾ കൃത്യമായിട്ട് അറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കലും ഇനി വരാൻ പോകുന്നില്ല എന്ന് 2019 വോട്ടെണ്ണിയ സമയത്തും പറഞ്ഞതാണ്. പിന്നെ നമ്മൾ കണ്ടതാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിൽ തോക്കുമ്പോൾ മാത്രമല്ല, ജയിക്കുമ്പോഴും തോക്കുമ്പോഴും കാര്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോകും. തൃശ്ശൂരിലെ തോൽവിക്ക് പിന്നാലെ കെ മുരളീധരൻ വലിയ അതൃപ്തനാണ്. അദ്ദേഹത്തെ BJPയിലേക്ക് സ്വാഗതം ചെയ്ത് സുരേന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട്. അതൃപ്തനാണെങ്കിൽ CPM അല്ലെങ്കിൽ LDF കെ മുരളീധരനെ സ്വാഗതം ചെയ്യുന്നു. അല്ല, അവിടെ വിഷയം കെ മുരളീധരൻ എന്നോ X എന്നോ Y എന്നുള്ളതല്ല. തൃശ്ശൂരിലെ BJPയുടെ വിജയത്തിൽ UDFൻ്റെ 1 ലക്ഷത്തോളം വരുന്ന വോട്ട് ചോർന്നത് ഗൗരവമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണം. അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി കേരളത്തിലെ നിഘണ്ടുവിലേക്ക് ഓരോ പദങ്ങൾ സംഭാവന ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞു പോവുകയാണ്. പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും ഒരുമിച്ച് പത്രസമ്മേളനം നടത്തിയപ്പോഴുള്ള പദപ്രയോഗങ്ങൾ നിഘണ്ടുവിലേക്ക് പോലും വെക്കാൻ പറ്റാത്തതാണ്. ഇതൊക്കെ നാട്ടിലെ ജനങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള താല്പര്യങ്ങൾ എന്ത് എന്നുള്ള യഥാർത്ഥ വിഷയങ്ങളെ മാറ്റുക, വേറെ വിഷയങ്ങളെ അവിടെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. തൃശ്ശൂരിൽ 1 ലക്ഷം വോട്ട് ചോർന്നത് പരിശോധിക്കണം. നിയമം തൃശ്ശൂരിൽ ആവർത്തിക്കുന്നു. ഇത് വളരെ ഗൗരവത്തിൽ കോൺഗ്രസ് പാർട്ടി പരിശോധിക്കണമെന്നുള്ള അഭിപ്രായമാണ് ഇതുമായി ബന്ധപ്പെട്ട്. അല്ലാതെ പറഞ്ഞ കൂട്ടത്തല്ല് പരമാവധി ഒഴിവാക്കണം. ക്രമസമാധാനം ഇപ്പോൾ കേരളത്തിൽ ഭദ്രമാണ്. കായികമായിട്ടല്ല പരിശോധനകൾ നടത്തേണ്ടത്. പരിശോധനകൾ ജനാധിപത്യപരമായി നടത്തണം. അപ്പോൾ ഞങ്ങൾ നടത്തുന്ന പോലെ ഞങ്ങൾ എല്ലാ നിലയിലും പരിശീലിക്കും. എന്ത് പോരായ്മകളുണ്ടെങ്കിലും അത് ചൂണ്ടിക്കാട്ടും, തിരുത്തേണ്ടതുണ്ട് തിരുത്തി മുന്നോട്ട് പോകും. അതിന് പകരം കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് തന്നെ അപകടകരമായ സ്ഥിതിയിലേക്ക് എത്തി. മുരളീധരനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ തൃശ്ശൂരിൻ്റെ കാര്യം.